ക്രിക്കറ്റ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. അപ്പോ IPL RCB എന്നൊരു പടുകൂറ്റൻ വിജയം സ്വന്തമാക്കി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ. ഡൽഹി ആരാധകരും ടീമൊക്കെ ഇപ്പോ ചിന്തിക്കുന്നുണ്ട് എന്താ ഇന്നലെ സംഭവിച്ചത് എന്ന്. RCBക്ക് മുന്നിൽ അവരെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലായി പോയില്ലേ ഇന്നലെ. യഥാർത്ഥത്തിൽ ടോസ് കിട്ടിയിട്ട് RCB നായകൻ രജത് പട്ടിദാർ ഇന്നലെ ബൗളിംഗ് തിരഞ്ഞെടുത്തു. ഡൽഹിയിലാണ് മത്സരം നടന്നത്. ഡൽഹിക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗിന് നിസാങ്ക് ഇന്നലെ ഉണ്ടായിട്ടില്ല. പകരം അവര് മഹാരാഷ്ട്ര പ്രോമിസിംഗ് ബാറ്റർ ആയിട്ടുള്ള സാഹിൽ പരാക്കിനെ ഡെബ്യൂട്ടിച്ചു അദ്ദേഹത്തിന്. അതിന് ദുഷ്മന്ത് ജമീലിയും KL ജാമീസൊക്കെ ടീമിലുണ്ടായിരുന്നു. എന്നാൽ 72 റൺസിനാണ് ഡൽഹി ഓൾ ഔട്ട് ആയത്. നമുക്ക് കൃത്യമായിട്ടൊന്ന് ഈ കളി വിശദമായിട്ട് വിശകലനം ചെയ്താൽ, ഭുവനേശ്വർ കുമാർ സ്വിംഗിംഗ് ഭുവി രണ്ടാമത്തെ പന്തിൽ തന്നെ ഒരു യോർക്കർ എറിയുന്നു, ഒരു ഇൻസ്വിംഗ് യോർക്കർ എറിയുന്നു. അദ്ദേഹത്തിന്റെ കുറ്റി തെറിപ്പിക്കുന്നു സാഹിൽ പരാക്കിന്റെ. അവിടെ നിന്ന് ഡൽഹി തുടങ്ങിയതാണ്. പിന്നെ ചീറ്റ് കൊട്ടാരം വീഴുന്നവനെ വീണ് പോയില്ലേ. സാഹിൽ പരാക്കിനെ എടുക്കുന്നു. തൊട്ടടുത്ത ഓവറിൽ KL രാഹുലിനെയും അതേപോലെ സമീർ റിസ്വേർ ഔട്ടാക്കുന്നു. നിതീഷ് റാണ പോകുന്നു. സ്റ്റെപ്സ് കഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഓരോന്നായിട്ട് പോകുന്നു. കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സാഹിൽ പരാക്കിന് വിക്കറ്റ് എടുക്കുന്ന രണ്ടാമത്തെ പന്തിലാണ്. അടുത്ത ഓവറിൽ, അതായത് തൊട്ടടുത്ത ഓവറിൽ KL രാഹുലെ ജോഷ് ഹേസൽവുഡും പറഞ്ഞു വിടുന്നു. ഇത്തവണ കീപ്പർ ക്യാച്ചാണ്, കഴിഞ്ഞിട്ടില്ല. തൊട്ട് പുറകെ ഹേസൽവുഡ് സമീർ റിസ്വേനെയും പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരുടെ ടീം 3 വിക്കറ്റിന് 2 റൺ എന്ന കൊളാപ്സ് ആകുന്നു. ക്രിസ്റ്റ്യൻ സ്റ്റെപ്സിന് 4 വിക്കറ്റ് അടിക്കുന്നുണ്ട് ഫസ്റ്റ് ബോളിൽ. പക്ഷേ ഭുവനേശ്വർ കുമാറിന്റെ പതിൽ അദ്ദേഹം വീഴുന്നു. അങ്ങനെ 4 വിക്കറ്റിന് 7 റൺസ്. കഴിഞ്ഞിട്ട് അക്ഷർ പട്ടേലും വീഴുന്നു. അങ്ങനെ ആ ഓവറിന് 5-7 എന്ന രീതിയിൽ വന്നു. പിന്നെ മില്ലറും പോർലും കൂടി അല്പം എന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ വിക്കറ്റ് പോകുന്നത് നിതീഷാണ് പോകുന്നത്. അപ്പൊ 8-ന് 6 വിക്കറ്റിന് 8 റൺസ് ഡൽഹി. ഇത് പലർക്കും ഒരു കണ്ടം കളിയാണ്, ഫുട്ബോൾ മാച്ച് ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. 6 വിക്കറ്റിന് 8 റൺസാണ് ഡൽഹി എടുത്തത്. പിന്നെ മില്ലറും അഭിഷേക് പോറിലെ ഇന്ത്യ ആക്കിയ റെക്കോർഡിനെയാണ് യഥാർത്ഥത്തിൽ. മില്ലറും പോറലും കൂടി വളരെ പതിപ്പ് ഗെയിം കൊണ്ട് പോകുന്നു. അങ്ങനെ 9ാമത്തെ ഓവറിൽ മില്ലറിന്റെ വിക്കറ്റ് കൂടി പോകുന്നു. മില്ലറിന്റെ വിക്കറ്റ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ ആസിഫ് സലാമാണ്. വിജയ് ശർമ്മ വെച്ച് മില്ലർ പോകുന്നു. പിന്നെ അഭിഷേക് പോർ അന്നേരം ഒരു ഭാഗത്തുണ്ട്. അദ്ദേഹത്തിന് കൂടെ ടീം ജാമീസനെ പറഞ്ഞു പ്രണാൽ പാണ്ഡ്യ എൽബിയുടെ വന്നു. പിന്നെ കുൽദീപ് യാദവ് 11 പന്തിൽ 3 റൺസ് ശേഷം ക്ലീൻ ബൗൾഡ് ആവുന്നു. അഭിഷേക് പോർ അവസാന ഘട്ടത്തിൽ 30 റൺസ് 73 റൺസ്. സത്യം പറയാലോ, ഭുവനേശ്വർ കുമാറിനും ഹേസൽവുഡും കൂടി ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചു. കാരണം 2 പേരും എടുത്തു പറയണ്ടേ. ഭൂമി 3 ഓവറിൽ 5 റൺസാണ് കൊടുത്തത്. അതായത് പവർ പ്ലേയിൽ ഒരിക്കൽ കൂടി തന്റെ കപ്പാസിറ്റിയും കഴിവൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോ അത്രയും അധികം ടാലന്റാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ട് ഹേസൽവുഡ് 3 ഓവർ 3 ബോൾ എടുത്ത് 12-ന് 4 വിക്കറ്റ്. അദ്ദേഹവും മികച്ച രീതിയിൽ തന്നെ എറിഞ്ഞിട്ടുണ്ട്. 2 പേരും കൂടി ചേർന്നാൽ എതിരാളികൾ മുട്ടുകുത്തിയുള്ള കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. പിന്നുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോ സാഹിൽ പരാക്കിന്റെ വിക്കറ്റ് യഥാർത്ഥത്തിൽ എടുക്കുന്നത് നമ്മുടെ ഭുവനേശ്വർ കുമാർ. അങ്ങനെ ഈ ഡൽഹിയുടെ ബാറ്റേഴ്സ് ഒക്കെ മികച്ച ഫോമിലാണ്. കഴിഞ്ഞ കളി 264 റൺസ് എടുത്ത ടീമാണ്. ഇക്കളി 72 റൺസിന് ഔട്ടായി പോകുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അവർക്കിപ്പോ എന്താ പറയേണ്ടത്, പവർ പ്ലേയിൽ തന്നെ അവരെ കളി വിട്ടുപോയി. 12 റൺസാണ് ലോവസ്റ്റ് ടീം തുടരുന്നത്. 12 റൺസ് എടുത്തത് നിങ്ങൾ നോക്കണം. ഹിസ്റ്ററി ഓഫ് IPL വരുന്ന ലോവസ്റ്റ് തുടരുന്നത് ഡൽഹിയെ സംബന്ധിച്ച് 12 റൺസാണ് ഡൽഹി എടുത്തത് എന്ന കാര്യം കൂടി ഓർക്കണം നിങ്ങൾ. ഒരു തരത്തിൽ പോലും ഡൽഹിക്ക് കളിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അഭിഷേക് പോറിൽ അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് 72 റൺസ് കിട്ടിയെങ്കിൽ ആ റെക്കോർഡ് ഉണ്ടല്ലോ, 41 റൺസ് റെക്കോർഡ്, അതുപോലെ റെക്കോർഡുമായിരുന്നൊരു 20 റൺസിന് ഇമ്പാക്ട് ഇല്ലെങ്കിൽ 20 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ടീമായി ഡൽഹി മാറുമായിരുന്നു. അത്ര പോലും പരിതാപകരമായിരുന്നു ഡൽഹിയുടെ ഇന്നത്തെ അവസ്ഥ. ഭുവനേശ്വർ കുമാറിന്റെ കാര്യം എടുത്ത് പറയണം. ഭുവനേശ്വർ ഇപ്പോ പ്രായം തളരാത്ത പോരാളിയാണ് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഈ സീസണിൽ ഇപ്പോൾ പർപ്പിൾ ക്യാപ്പ് അദ്ദേഹത്തിന്റെ കളിയിലാണ്. അതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ മുനി തന്റെ കപ്പാസിറ്റിയും വേണ്ടി പോയിട്ടില്ല, ഒരിക്കൽ കൂടി തെളിയിക്കുന്നതിലേക്ക് പാത്രയിലോട്ടും തെളിയിച്ചു. ഇപ്പോൾ T20 ബെസ്റ്റ് ബോളറിന്റെ ലിസ്റ്റ് എടുത്താൽ തന്റെ പേര് മുകളിൽ ഉണ്ടാവുമെന്നും തെളിയിച്ചു. അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് ഇന്നിംഗ്സിൽ
RCBക്ക് 73 റൺസാണ് വേണ്ടത്. അവർ പവർ പ്ലേയിൽ കളിയെടുത്ത് പോയില്ലേ, അമ്മാവ് റെഡിയെല്ലാം വരെ അടിച്ചത്. ആ കളിയോടുകൂടി കോഹ്ലി ഇന്നലെ അവസാനം 2 സിക്സ് ഒക്കെ അടിക്കുന്ന ബാക്ക് ടു ഫിനിഷ് ആയിരുന്നു വേണ്ടിയിട്ട്. കോഹ്ലി ഇപ്പോ IPL 9,000 റൺസ് വിജയിക്കുന്ന ആദ്യത്തെ പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറി. സംശയം വേണ്ട, ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ് ആണ് അദ്ദേഹം. ഒരു തർക്കവും അതിൽ വേണ്ട. അത് സ്കോർ കാർഡിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഡൽഹിയുടെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ബെത്തലും കിങ്ങും കൂടെ ഓപ്പൺ ചെയ്തു. ബെത്തൽ 11 പന്തിൽ 20 റൺസ് എടുത്തത്, 2 സിക്സ് പോലും. ദേവദത്ത് പടിക്കൽ ആനടിച്ച് 13 പന്തിൽ 24 റൺസ്. റൺ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആനയുടെ എത്ര എടുത്തത്. അപ്പൊ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ മുക്കിക്കളഞ്ഞു RCB എന്ന് തന്നെ പറയേണ്ടി വരും. RCB പോയിന്റ് 2ാം സ്ഥാനത്താണ്. RCB തവണ 2 കൽപ്പിച്ചതാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും വീഡിയോസിനും നമ്മൾ വീണ്ടും എത്താം.